കൂട്ടുകാരെ 30 ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്നൊന്ന് പഠിച്ചാലോ? ഈ 30 ചോദ്യങ്ങളിൽ ആദ്യത്തെ 10 ചോദ്യം SCRT NCRT ആണ്. രണ്ടാമത്തെ 10 PSC ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 10 ചോദ്യങ്ങൾ ആനുകാലികമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു കളയാം. അതിനുശേഷം എൻട്രി ആപ്പിലെ 5 മിനിറ്റിൽ ഈ 30 ചോദ്യങ്ങൾ നിങ്ങൾ ശരിയാക്കണം. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അതാണ് നമ്മുടെ സൂപ്പർ സൺഡേ ചലഞ്ച് എന്ന് പറയുന്നത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ സൂപ്പർ സൺഡേ ചലഞ്ചിന്റെ 2024 രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഒന്നാമത്തെ മലയാളത്തിലെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതില് തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കുറച്ചധികം പോയിന്റുകൾ പറയുന്നുണ്ട്. നമുക്ക് ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, തകഴി ശിവശങ്കര പിള്ള 1912 1999 ആണ് കാലഘട്ടം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആണ്. എന്നാ ജ്ഞാനപീഠം നേടിയത്? 1984 ജ്ഞാനപീഠം നേടിയ നോവലിസ്റ്റ് ആണ് തകഴി ശിവശങ്കര പിള്ള. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമായ അമ്പലപ്പുഴയിലെ അതിനടുത്തുള്ള തകഴിയിലാണ് നമ്മുടെ തകഴി ശിവശങ്കര പിള്ള ജനിക്കുന്നത്. വക്കീലായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ, അതേപോലെ തന്നെ കേരള മോപ്സായ എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. ഇനി മാനസിക അപഗ്രഥനത്തിലൂന്നിയ ചെറുകഥകൾ എഴുതുകയുണ്ടായി. സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയാണ് തകഴി ശിവശങ്കര പിള്ള നോവലുകൾ എഴുതിയത്. ഇനി തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ഏണിപ്പടികളിലും, കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം കയർ രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലും, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും, ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിച്ചു. അത് ഈ സ്കൂൾ പാഠപുസ്തകത്തിലെ പോയിന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ നോവലുകളിലെ പ്രമേയം നിങ്ങൾ മനസ്സിലാക്കുക. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതമാണ് ഏണിപ്പടികൾ എന്ന് പറയുന്ന എന്നിൽ പറയുന്നത്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതമാണ് കയറ് രണ്ടിടങ്ങഴി എന്ന നോവലിൽ പരാമർശിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ചെമ്മീനിൽ വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പുറക്കാടാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് കടപ്പുറമാണ്. ഇനി ആലപ്പുഴ പട്ടണത്തിലെ തോട്ടിയുടെ ജീവിതമാണ് തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കൃതികളാണ് ഏണിപ്പടികള്, കയറ്, രണ്ടിടങ്ങഴി, ചെമ്മീന്, തോട്ടിയുടെ മകൻ, അങ്ങനെ ചുക്ക്, കുറെ സാധനമുണ്ട്. ഇനി സ്കൂൾ പാഠപുസ്തകത്തിലെ പ്രധാന പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് സ്കൂൾ പാഠപുസ്തകം തന്നെ കൊടുത്തിരിക്കുന്നു. തോറ്റില്ല ഒരു നാടകമാണ്. എന്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പുകളാണ്. ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുത്ത കഥകൾ, ഇതെല്ലാം നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ കഥകളാണ്. അപ്പൊ നോവലുണ്ട്, കഥകളുണ്ട്, നാടകമുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കൃതികളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1956 ചെമ്മീൻ പ്രസിദ്ധീകരിക്കുന്നത്. 57 തൊട്ടടുത്ത വർഷം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 10ാം വർഷം 57 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അത് എന്തിനാണ്? ചെമ്മീനാണ്. പിന്നീട് നമുക്കറിയാം ചെമ്മീൻ ഒരു സിനിമയാകുന്നു, അതിന് അവാർഡുകളും അതിന് പുരസ്കാരങ്ങൾ വരുന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇനി കഥാപാത്രങ്ങളും കൃതികളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കൃതിയിലെ കോരനും ചിരുതയും ചാത്തനുമാണ്. കാരണം എന്താ? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഈ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് ഒരു ചെറിയൊരു ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് കോരനും ചിരുതയും ചാത്തനും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ചോദ്യം വരാം, കോരനും ചിരുതയും ചാത്തനും ഒക്കെ ഏത് നോവലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് രണ്ടിടങ്ങഴി എന്ന നോവലിലെ കഥാപാത്രങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഇനി തകഴി ശിവശങ്കര പിള്ളയുടെ തന്നെ മറ്റു നോവലുകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പോവാണ്. അതിലാദ്യം ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ അല്ലെ. നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കാരണം ചെമ്മീൻ സിനിമയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള കറുത്തമ്മ നമുക്കറിയാം. അതേപോലെ തന്നെ ചെമ്പൻ കുഞ്ഞ്, ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചെമ്മീനാണെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. ഇനി മറ്റൊന്നാണ് ക്ലാസിക് പേര്, അതുപോലെ തന്നെ കൊടാന്ത്ര മൂത്താശാൻ, അതുപോലെ മണികണ്ഠൻ തുടങ്ങിയ നിരവധി കഥാപാത്രങ്ങൾ വരുന്ന ഒരു നോവലാണ് കയർ എന്ന് പറയുന്നത്. മാസ്റ്റർ പീസ് സാധനമാണ് അല്ലെ കയർ എന്ന് പറയുന്നത്. അപ്പൊ കയറിനകത്ത് ഏകദേശം 250 വർഷക്കാലത്തെ കുറേയധികം ജീവിതങ്ങളെ വരച്ചു കാട്ടുകയാണ് തകഴി ശിവശങ്കര പിള്ള. അതിൽ നിരവധി കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നതാണ് മണികണ്ഠൻ, അതേപോലെ തന്നെ കോടാന്ത്ര മൂത്താശാൻ, ക്ലാസിക് പേര് തുടങ്ങിയ ആൾക്കാരൊക്കെ. ഇനി അടുത്തത് ചുടലമുത്തു, തോട്ടിയുടെ മകൻ അല്ലെ. വായിച്ചിട്ടുണ്ടോ? തോട്ടിയുടെ മകൻ കരഞ്ഞു പോകുന്നല്ലേ, നമുക്കറിയാം. ചുടലമുത്തു തോട്ടിയുടെ മകന്റെ കഥാപാത്രമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ്. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകളിലെ കഥാപാത്രമാണ്. അതേപോലെ തന്നെ ഏണിപ്പടികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് തങ്കമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥാപാത്രങ്ങളും ഈ കൃതികളും ഒന്ന് ഓർമ്മയിൽ വെക്കുക.
ഈ കൃതികളെല്ലാം തന്നെ രണ്ടിടങ്ങഴി, ചെമ്മീൻ, കയറ്, തോട്ടിയുടെ മകൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ, ചുക്ക്, ഇതൊക്കെ തന്നെ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളാണ്. അവിടെ ഓർക്കുക, നാടകമാണ് തോറ്റില്ല, എന്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പാണ്, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തിരഞ്ഞെടുത്ത കഥകൾ, ഇതെല്ലാം തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥകളാണ് എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇതിലൂടെ നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിലെ അത്യാവശ്യം നല്ലൊരു സാധനം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തിലേക്ക് പോവാണ്. 5ാം ക്ലാസ്സിൽ ആർട്സ് എന്ന് പറയുന്ന പാഠപുസ്തകത്തില് രണ്ടാമത് പറയുന്ന ആളാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഒന്നാമത്തെ ആള് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു, ആരായിരുന്നു? രാജാ രവിവർമ്മയായിരുന്നു. 5ാം ക്ലാസ്സിൽ തന്നെ രണ്ടാമത് പറയുന്ന ആള് അബനീന്ദ്രനാഥ ടാഗോറാണ്. മറ്റൊരു ചിത്രകലാകാരനാണ്. അപ്പൊ അബനീന്ദ്രനാഥ ടാഗോർ അല്ലെ, ടാഗോറുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ടല്ലേ. 1871 ജനിച്ചു. 1951 അബനീന്ദ്രനാഥ ടാഗോർ മരിക്കുന്നത്. ഫോട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ, സ്കൂൾ പാഠപുസ്തകത്തിലെ ഫോട്ടോയാണ്. ചിത്രകാരനും എഴുത്തുകാരനുമായ അബനീന്ദ്രനാഥ ടാഗോർ 1871 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ജറാസംഗോയിലാണ് ജനിക്കുന്നത്. ഓക്കെ, ജറാസംഗോയിലാണ് ജനിക്കുന്നത്, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ. ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരി പുത്രനാണ് അബനീന്ദ്രനാഥ ടാഗോർ. പാശ്ചാത്യ ചിത്രരചനാ രീതികൾക്കെതിരായി ഇന്ത്യയുടെ തനത് രചനാരീതികൾ ഉൾപ്പെടുത്തി സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഈ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം പിന്നീട് എന്തായി മാറി? ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെയാണ്. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് യാത്രയുടെ അവസാനം, അതുപോലെ ഭാരതമാത, അതുപോലെ വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ. ഷാജഹാൻ നമ്മുടെ താജ്മഹലിലേക്ക് നോക്കി കിടക്കുന്ന ഒരു ചിത്രമാണ്. ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു ചിത്രമാണ്. അതേപോലെ തന്നെ ഗണേശ ജനനി, ഇതൊക്കെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. അപ്പൊ അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് യാത്രയുടെ അവസാനം, ഭാരതമാത. എനിക്കൊന്ന് മിക്ക പരീക്ഷകളും ബേസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഭാരതമാത കേട്ടോ. ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, ഗണേശ് ജനനി, ഇവയെല്ലാം അബനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഓക്കെയാണ് മക്കളെ. കഴിഞ്ഞതിൽ നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? നമ്മുടെ രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ പഠിച്ചായിരുന്നു. ഓർമ്മയിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോവാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ടൈം ലൈൻ ആണ് പഠിച്ചത്, വർഷങ്ങളാണ് പഠിച്ചത്. ഇപ്രാവശ്യം ഇത് +2 പാഠപുസ്തകത്തിലുള്ളതാണ്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പൊ കൊച്ചി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മലബാറിലേക്ക് ഒന്ന് വരികയാണ്. ഇനി തിരുവിതാംകൂറും ഉണ്ട്, അത് അടുത്ത എപ്പിസോഡ് നമുക്ക് പഠിക്കാം. അപ്പൊ മലബാറിലെ ചില പ്രധാനപ്പെട്ട ടൈം ലൈൻ, ചില പ്രധാനപ്പെട്ട വർഷങ്ങളും സംഭവങ്ങളും ഇവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിക്കാം അല്ലെ. അപ്പൊ ആദ്യം 1920 പറയുന്നത്. 20 എന്താ? കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം, അതേപോലെ നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ 3 സംഭവങ്ങളാണ് 1920 മലബാറിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ എന്താ? മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? അവസാനത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. ഓക്കെ, അപ്പൊ 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, അവസാനത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം ഏതാണ്? മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനമാണ്. വർഷം 1920. ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാരാണ്. ആരാണ്? കസ്തൂരി രംഗ അയ്യങ്കാരാണ് കേട്ടോ. കസ്തൂരി രംഗ അയ്യങ്കാരാണ് 1920 അവസാനത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം, അതായത് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പൊ ഇതില് കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1919 മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അത് അനിവാര്യമാണോ അല്ലയോ എന്ന് കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കലുഷിതമായ രീതിയിലാണ് ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം അടുക്കുന്നത്. അന്ന് മിതവാദികളും തീവ്രവാദികളും വളരെ വലിയ രീതിയിൽ തന്നെ അവിടെ വരുന്നുണ്ട്. മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവാദികളുടെ നേതാവ് എന്ന് പറയുന്നത് 1 ആനി ബെസന്റും 2 മഞ്ചേരി രാമയ്യരുമാണ്. എന്നാൽ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ ഒത്തുകൂടിയ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് KP കേശവമേനോനും അതുപോലെ K മാധവൻ നായരുമാണ്. അപ്പൊ അങ്ങനെ ഇവർ 2 വിഭാഗവും അവിടെ കൂടുന്നു, ചർച്ചകൾ വരുന്നു. മൊണ്ടേഗു ചേംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ നല്ലതാണെന്ന്
മിതവാദികൾ, പ്രത്യേകിച്ച് ആനി ബെസന്റ് ഉൾപ്പെടെയുള്ള മിതവാദികൾ വാദിക്കുന്നു അത് അങ്ങനെയല്ല, അത് നടപ്പിൽ വരുത്തേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വയംഭരണം നേടാനുള്ള അവകാശമുണ്ട്, അതിനുള്ള മൂവ്മെന്റ് നടത്താനുള്ള സൗകര്യമുണ്ട്, അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ.പി. കേശവ മേനോൻ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. അപ്പൊ കെ.പി. കേശവ മേനോന്റെ പ്രമേയമാണ് അവിടെ വോട്ടെടുപ്പ് നടത്തി അതിലെ ഏറ്റവും ഭൂരിപക്ഷം നേടുന്നത്. അങ്ങനെ ആനി ബെസന്റ് എന്ത് ചെയ്തു? അതായത് മിതവാദികൾ തോറ്റു, തീവ്രവാദികൾ വിജയിച്ചു. അങ്ങനെ മിതവാദികളായ ആനി ബെസന്റ് എന്ത് ചെയ്യാണ്? അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഇവര് തമ്മില് നമ്മുടെ കേരള രാഷ്ട്രീയത്തില് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിളർന്ന ഒരു സമ്മേളനം കൂടിയാണ് ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സൂററ്റ് എന്നൊക്കെയുള്ള പരാമർശം നമ്മുടെ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിലുണ്ട് കേട്ടോ. അപ്പൊ സൂററ്റ് സമ്മേളനം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താ സൂററ്റ് പിളർപ്പ് എന്താ? 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തീവ്രവാദി വിഭാഗവും അതുപോലെ മിതവാദി വിഭാഗവും തമ്മിലടിച്ചു പോയ ഒരു സമ്മേളനമാണ് സൂററ്റ് എന്ന് പറയുന്നത് പോലെ ഇതേപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള മിതവാദികളും തീവ്രവാദികളും തമ്മിലടിച്ച ഒരു സമ്മേളനമാണ് ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്ന പേരിൽ എന്തറിയപ്പെടുന്നത്? ഈ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തെ അറിയപ്പെടുന്നത്. കാര്യം വ്യക്തമാണല്ലോ, കാര്യം ക്ലിയർ ആണല്ലോ, ക്ലിയർ ആൻഡ് കട്ട് ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇവിടെ ഈ നമ്മുടെ കെ.പി. കേശവ മേനോൻ ഈ മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളെ എതിർത്ത് പ്രമേയം അവതരിപ്പിച്ചതോടൊപ്പം തന്നെ എന്തും ചെയ്തു? അന്നത്തെ ജന്മി കുടിയാന്മ ബന്ധം, അതായത് ജന്മി കുടിയാൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്ന തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അതും വിജയിക്കും, അതും പ്രമേയം പാസ്സാക്കി. കാരണം എന്താ? അന്ന് നമ്മുടെ കൂടിയവരിൽ കൂടുതലും തൊഴിലാളികളായിരുന്നു, കർഷകരായിരുന്നു. ഇവരുടെ വലിയ സപ്പോർട്ട് ആർക്കുണ്ടായിരുന്നു? ഈ തീവ്രവാദ വിഭാഗത്തിനുണ്ടായിരുന്നു. അതേസമയം അത്യാവശ്യം ജന്മിത്തമുള്ള കുറച്ച് വലിയ ആൾക്കാരുടെ സപ്പോർട്ട് ആർക്കും ഉണ്ടായിരുന്നു? നമ്മുടെ മിതവാദി വിഭാഗത്തിനുണ്ടായിരുന്നു. എന്തായാലും കർഷകരും തൊഴിലാളികളും കൂടുതലായതുകൊണ്ട് അവിടെ നമ്മുടെ തീവ്രവാദി വിഭാഗം വിജയിക്കുന്നു. അതായത് നമ്മുടെ കെ.പി. കേശവ മേനോന്റെ വിഭാഗം വിജയിക്കുകയാണ്. കാര്യം സെറ്റാണല്ലോ മക്കളെ. ഇനി അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 1920 നമുക്കറിയാം ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് 1920 എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഖിലാഫത്തിന്റെ പ്രചരണാർത്ഥമാണ്, അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. അപ്പൊ മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടിയാണ് നമ്മുടെ മലബാറിൽ 1920 ഉണ്ടായിരുന്നത്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം, അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം 1920 മലബാറിൽ വരുന്നു. വളരെ വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു. 1921 ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നു അല്ലെ. അപ്പൊ ഒറ്റപ്പാലത്ത് വെച്ച്, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ആദ്യത്തെ സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, പ്രവിശ്യ സമ്മേളനം നടക്കുന്നത് 1920 ഒറ്റപ്പാലത്താണ്. ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിലാണ്, ആന്ധ്ര കേസരി എന്നറിയപ്പെട്ട ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. അതേപോലെ വളരെ വിഷമകരമായ ഒരു സംഭവമാണ്, ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ 1921 മലബാർ കലാപം നടക്കുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങള്, ആലി മുസ്ലിയാര് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായിട്ട് മലബാർ കലാപം നടക്കുകയാണ്. അതേപോലെ തന്നെ ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെട്ട മാപ്പിളമാരെ 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗനിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെട്ടു. ഇത് വാഗൺ ദുരന്തം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ 1921 മലബാർ കലാപവും അതുമായി ബന്ധപ്പെട്ട് നടന്ന വാഗൺ ട്രാജഡിയും ഒക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി 1930 പാഠപുസ്തകത്തിൽ പറയുന്നത്. 30 വരുമ്പോൾ നമുക്കറിയാം കേരളത്തിലും എന്ത് നടക്കുകയാണ്? നിയമലംഘന പ്രസ്ഥാനം നടക്കുകയാണ് അല്ലെ. ഇന്ത്യയിൽ ഗാന്ധിജി തുടങ്ങി വെച്ച രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് നമുക്കറിയാം നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ആ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കേരളത്തിലെ നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാ? കെ കേളപ്പൻ അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെട്ട കെ കേളപ്പൻ, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, പി കൃഷ്ണപിള്ള, ആർ ബി ശർമ്മ തുടങ്ങിയവർ നയിച്ച ഉപ്പു സത്യാഗ്രഹം. പ്രധാന കേന്ദ്രം എവിടെയാ? പയ്യന്നൂരാണ് അല്ലെ. അപ്പൊ പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയപ്പെട്ട പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ AKGയുടെ നേതൃത്വത്തിലുള്ള പട്ടിണി ജാഥ നടക്കുന്നു 1936. ഇനി 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും കീഴരിയൂർ ബോംബ് കേസ് നടക്കുകയാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രൂപീകരിച്ച സമയത്ത് അതിന്റെ അലയലുകൾ നമ്മുടെ മലബാറിലും ഉണ്ടായിരുന്നു. അപ്പോ മലബാറിൽ നമുക്കറിയാം, മലബാറിൽ ഇത്രത്തോളം പ്രക്ഷോഭം കൂടാൻ കാരണം എന്താ? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പ്രവിശ്യയാണ് മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു പ്രക്ഷോഭവും അതേ
ആ ഒരു ഫോഴ്സിൽ തന്നെയാണ്, അതേ ആവേശത്തോടുകൂടി തന്നെയാണ് മലബാറിലും അരങ്ങേറിക്കൊണ്ടിരുന്നത്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തിരുവിതാംകൂറിനെയും കൊച്ചിയും വെച്ച് നോക്കുന്ന സമയത്ത്, കാരണം അവിടെയൊക്കെ എന്താണ്, ബ്രിട്ടീഷുകാർ നേരിട്ടല്ല ഭരിച്ചത്. അവിടെ അവർ റെസിഡന്റ് വന്നിട്ടാണ് ഭരിക്കുന്നത്. അല്ലാതെ അവിടെ രാജാക്കന്മാരുണ്ട് അല്ലെ, തിരുവിതാംകൂർ ഭരിക്കുന്നുണ്ട്, കൊച്ചി രാജാവുണ്ട്. പക്ഷെ മലബാർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിലെ ജനവിഭാഗങ്ങൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് പോരാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തില് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അതേപോലെ തന്നെ നല്ല രീതിയിലാണ് മലബാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 1942 നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കീഴറിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും അതേപോലെ തന്നെ അവരുടെ റെയിൽവേ പാലങ്ങളൊക്കെ ഇവയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ബോംബ് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഏകദേശം 27ഓളം ആളുകളെ അന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ സംഭവമാണ് നമ്മൾ കീഴരിയൂർ ബോംബ് കേസ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. സോ അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് 1942, ഡോക്ടർ KB മേനോൻ എന്ന പേര് മറക്കരുത്. അതുപോലെ കീഴരിയൂർ കോഴിക്കോടാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും വർഷങ്ങളാണ്, 5 വർഷങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത്. 1920, 21, 30, 36, 42 സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണേ. ഓക്കെ ആണേ. അടുത്ത് നമ്മൾ 4ാമത്തെ കാര്യത്തിലേക്ക് പോകുന്നു. കമ്മീഷനുകൾ, ലക്ഷ്യങ്ങൾ, ശുപാർശകൾ. വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മുടെ LDC എല്ലാ സിലബസിലും നമുക്കുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വരുന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. 1948 സോ ഈ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു, അതിന്റെ ശുപാർശകൾ എന്തായിരുന്നു, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം 3 എണ്ണമാണ് ആകെ പഠിക്കാൻ പോകുന്നത്. സ്കൂൾ പാഠപുസ്തകത്തിലുള്ള നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ രാധാകൃഷ്ണ കമ്മീഷൻ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ 1ാമത്തെ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ 48 ഇതിനെ കുറിച്ച സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം. അപ്പൊ UGC രൂപീകരിച്ചതെന്ന 1953 UGC നിലവിൽ വരുന്നത്. അപ്പൊ UGC രൂപീകരിക്കണമെന്നും അതേപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം എന്നുമാണ് നമ്മുടെ രാധാകൃഷ്ണ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? സർവകലാശാല വിദ്യാഭ്യാസത്തിനുള്ള പഠനം. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 അപ്പൊ 48 രാധാകൃഷ്ണ കമ്മീഷൻ, 52 മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷന്റെ ലക്ഷ്യം എന്താ? സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനമാണ്. 1ാമത്തത് കോളേജ് സർവകലാശാല വിദ്യാഭ്യാസമാണ്. 2ാമത്തത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള അതിനെക്കുറിച്ചുള്ള പഠനമാണ്. ശുപാർശകൾ ഇതാണ്. 1, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അതേപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ ശുപാർശയായിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 52 സെക്കൻഡറി വിദ്യാഭ്യാസമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. 1 ത്രിഭാഷാ പദ്ധതി, അതേപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ, വിവിധോദ്ദേശ സ്കൂളുകൾ, അതേപോലെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇനി അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 DS കോത്താരി കമ്മീഷൻ വരുന്നത്. കോത്താരി കമ്മീഷൻ എന്താ ഉദ്ദേശ ലക്ഷ്യം എന്താ? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് നമ്മുടെ കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കോത്താരി കമ്മീഷൻ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ശുപാർശകൾ ഇവയാണ്. 1, 10+2+3 ഇതേ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ആ രീതിയിൽ 10+2+3 രീതിയിൽ നടപ്പിലാക്കുക. അതുപോലെ സെക്കൻഡറി തലത്തില് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. 3ാമത്തത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തത്. ഓക്കെയാണ് കൂട്ടുകാരെ. അപ്പോ 48 രാധാകൃഷ്ണ കമ്മീഷൻ, 52 മുതലിയാർ കമ്മീഷൻ, 64 കോത്താരി കമ്മീഷൻ. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? യെസ്. ഇനി അടുത്തത് നമ്മൾ 5ാമത്തെ കാര്യത്തിലേക്ക് പോകുന്നത് മിഷനറി സംഘങ്ങളെ കുറിച്ചാണ്. നമ്മളറിയാം കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന നൽകിയ ഒരു വിഭാഗമാണ് മിഷനറി സംഘങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ സാമ്രാജ്യത്വ കാലത്ത് ഇവിടെ സ്കൂളുകൾ കൊണ്ടുവരികയും പുത്തൻ ആശയങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇവിടെ പ്രചരിപ്പിച്ചതിന്റെ മുഖ്യ പങ്ക് ആർക്ക് തന്നെയാണ്? മിഷനറി സംഘങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ 3 മിഷനറി സംഘങ്ങൾ 3 മേഖല കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ചേരുംപടി ചേർക്കുന്ന രീതിയിലൊക്കെ PSC ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കുറെ തവണ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്.
സ്കൂൾ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ആ മിഷനറി സംഘങ്ങളും അവരുടെ പ്രവർത്തന മേഖലയെ നമുക്ക് നോക്കാം. ആദ്യം ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS ആണ്. ഈ LMS എവിടെയാ? തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചിട്ടാണ് LMS പ്രവർത്തിച്ചത്. അതുപോലെ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. നമുക്കറിയാം CMS കോളേജ് എവിടെയാ? കോട്ടയത്താണ് അല്ലെ. കോട്ടയം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിനോടും കൊച്ചിയോട് അടുത്ത് കിടക്കുന്നതാണ് നമുക്ക് ഊഹിക്കാം, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് കൊച്ചിയിലും അതേപോലെ തിരുവിതാംകൂറിലും പ്രവർത്തിച്ച ഒരു മിഷണറി സംഘമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS. അപ്പൊ ഇനി ഒരാളുടെ വേണമല്ലോ, ഇവിടെ മലബാർ മേഖല വേണമല്ലോ. അതാരുണ്ട്? ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM ആണ്. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മിഷണറി സംഘമാണ്. ഓക്കെ, അപ്പോ LMS തിരുവിതാംകൂറാണ്, CMS അത് തിരുവിതാംകൂറും ഉണ്ട് കൊച്ചിയും ഉണ്ട്. ഇനി ബാസിൽ ഇവാഞ്ചലിക്കല് മലബാറിലാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അടുത്ത് നമ്മൾ പോകുന്നത് ചോളത്തിലേക്കാണ്. ചോളം ഒരു ഖാരിഫ് വിളയാണ് അല്ലെ. ചോളം ഒരു ഖാരിഫ് വിളയാണ്. അപ്പൊ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നമ്മൾ ഈ ചോളം എന്ന് പറയുന്നത്. നിസ്സാരക്കാരനല്ല. ഓക്കെ, അപ്പൊ ഖാരിഫ് വിളകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാരിഫ്, സെയ്ദ്, റാബി എന്നിങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. അതിൽ ഖാരിഫ് വിളയാണ് നെല്ല്. രണ്ടാമത്തേതാണ് നമുക്ക് ചോളം പറയാം അല്ലെ. ഖാരിഫ് വിളയാണ് ചോളം, നെല്ല്, ചോളം, അതുപോലെ തന്നെ പരുത്തി, അതേപോലെ എന്താ നിലക്കടല, പിന്നെന്താ പറയാൻ പറ്റുന്ന എള്ള് അല്ലെ, കരിമ്പ്. ഇതെല്ലാം തന്നെ എന്താണ്? ഖാരിഫ് വിളകളാണ്. അപ്പൊ ഈ ഖാരിഫ് വിളകളില് നെല്ലാണ് ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഖാരിഫ് വിളയായിട്ടുള്ള നെല്ലാണ്. 2-ാം സ്ഥാനത്തുള്ളത് റാബി വിളയായ ഗോതമ്പാണ്. 3-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഖാരിഫ് വിളയായ ചോളമാണ്. ഓക്കെ, യെസ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. അപ്പൊ ഈ പോയിന്റ് എല്ലാം സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് ആണ്. ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്, ആ അപ്ഡേഷൻ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ളത് ചോളമാണ്, അതൊരു ഖാരിഫ് വിളയാണ്. 1-ാം സ്ഥാനത്ത് നെല്ലാണ്, നെല്ലൊരു ഖാരിഫ് വിളയാണ്. 2-ാം സ്ഥാനത്ത് ഗോതമ്പാണ്, അതൊരു റാബി വിളയാണ്. ക്ലിയർ ആണ് മക്കളെ? അടുത്തത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ നമ്മൾ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ചോളം കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അതേപോലെ തന്നെ ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നമ്മുടെ ചോളം കൃഷി ചെയ്യുന്നത്. ഇത് പ്രത്യേകം ഓർത്തു വെക്കണേ. 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ഉള്ളിടത്താണ് നമ്മുടെ ചോളം കൃഷി ചെയ്യുന്നത്. ഇനി നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. ഈ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം, അതേപോലെ നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്, ഉൽപാദനത്തിൽ 3-ാം സ്ഥാനം, അതേപോലെ ഖാരിഫ് വിള. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിനി മധ്യപ്രദേശ്. നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ പറയുന്നതാണ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പോയിന്റ്. ഓക്കെ, അവിടെ ഒരാളെ പാഠപുസ്തകം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആ ആള് വേറെ ആരുമല്ല, മഹാരാഷ്ട്രയാണ്. അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെയാണ് മുഖ്യമായിട്ടും ചോളം നമ്മൾ കൃഷി ചെയ്യുന്നത്. സ്കൂൾ പാഠപുസ്തകത്തിൽ ആരില്ല, മഹാരാഷ്ട്ര ഇല്ല. പക്ഷെ നമുക്ക് മഹാരാഷ്ട്ര പറയണം. എന്തുകൊണ്ട് പറയണം? ഇപ്പോ 2022-23 എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉത്തരം പറയാമോ? ഉത്തരം എന്താ? കർണാടകയാണ്. ഓക്കെ, 1-ാം സ്ഥാനം കർണാടകയ്ക്കാണ്, 2-ാം സ്ഥാനം മധ്യപ്രദേശിനാണ്, 3-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. അപ്പോ ചോളത്തിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കർണാടക, 2-ാം സ്ഥാനത്ത് മധ്യപ്രദേശ്, 3-ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഇതാണ് ഞാൻ പറഞ്ഞ അപ്ഡേഷൻ. ഇത് 2022-23 എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ അപ്ഡേഷൻ ഒന്ന് വരുത്തുക കേട്ടോ. നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ അപ്ഡേഷൻ നമുക്ക് വരുത്താനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. നമ്മൾ അടുത്ത് പോകുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ, സ്കൂൾ പാഠപുസ്തകത്തിലെ പോയിന്റ് മാത്രം, വേറെ ഒന്നുമില്ല. ഇവിടെയും അതേപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്കൂൾ പാഠപുസ്തകത്തിലെ പോയിന്റുകൾ മാത്രം. ഒന്നെന്താ? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശമുണ്ട്. ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ്. അവിടെ ക്ഷേമമൊന്നും ഉദ്ദേശമില്ല. മുതലാളിത്തമാണ്, സ്വാഭാവികമായിട്ടും അവർക്ക് ലാഭം മാത്രം മതി. അടുത്തത് പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി ഉണ്ടാകും. സ്വതന്ത്രമായ ഒരു കമ്പോള വ്യവസ്ഥത ഉണ്ടാവും. ഉപഭോക്താക്കളുടെ പരമാധികാരമുണ്ട്. അതുപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ കിടമത്സരം, പരസ്പര മത്സരം, ഇതെല്ലാം തന്നെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്.
നോക്കിയാണ് കൂട്ടുകാരെ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെ പ്രത്യേകത എന്തൊക്കെയാ? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. ഓക്കെയാണ്. എട്ടാമത്തത് ഗോദാവരിയിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൃഷ്ണ നദിയായിരുന്നെങ്കിൽ ഇത്തവണ നമ്മൾ ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ ഒന്നാമത്തെ നദിയാണ് നമ്മുടെ ഗോദാവരി നദി എന്ന് പറയുന്നത്. ദക്ഷിണ ഗംഗ, വൃദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഗോദാവരിയെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പശ്ചിമഘട്ടത്തിലുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത്. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നാണ് നമ്മുടെ ഗോദാവരിയുടെ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പശ്ചിമഘട്ടത്തിലുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നു. മഹാരാഷ്ട്രയിലൂടെ ഒഴുകി വരുന്നു. ഒഴുകി എങ്ങോട്ടേക്കാ കയറുന്നത്? അടുത്ത് ഇങ്ങനെ ഒഴുകി വന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങനെ കയറി അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഇപ്പുറത്ത് എന്താ കിടക്കുന്നത്? നമ്മുടെ തെലങ്കാനയാണ്. തെലങ്കാനയിൽ കയറി എവിടെ വരും? ആന്ധ്രാപ്രദേശ് വരും. ആന്ധ്രാപ്രദേശ് വന്നിട്ട് ഇവിടെ കടലാണ്. ഈ കടൽ ഏതാ? ബംഗാൾ ഉൾക്കടലാണ്. ആ കടലിൽ വന്ന് പതിക്കുന്നു. അപ്പൊ മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് തെലങ്കാനയിലൂടെ വന്ന് കാരണം നമ്മുടെ ആന്ധ്രാപ്രദേശിൽ വന്ന് നേരെ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗോദാവരി നദി. ഈ നദി ഈ ഒരു യാത്രയിൽ എത്ര കിലോമീറ്റർ ഒഴുകുന്നറിയോ? 1465 കിലോമീറ്റർ ആണ് സ്കൂൾ പാഠപുസ്തക പ്രകാരം ഇങ്ങനെ ഗോദാവരി ഒഴുകി വരുന്നത്. ഈ പറയുന്ന മഹാരാഷ്ട്രയിലൂടെയും തെലങ്കാനയിലൂടെയും ആന്ധ്രാപ്രദേശിലൂടെയും. ഓക്കെയാണ് കൂട്ടുകാരെ. ഇനി പോഷക നദികൾ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്. ഇന്ദ്രാവതി, ശബരി. പാഠപുസ്തകത്തിൽ ഈ രണ്ടെണ്ണോ പറയുന്നത് അല്ലെ? ഇന്ദ്രാവതി, ശബരി. അതുകൂടാതെ മഞ്ജീര, പൂർണ, വാർധ, പെൻഗംഗ, മാനർ ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഈ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനോട് വന്ന് കൂടിച്ചേരുന്ന, ഈ നദിയോട് വന്ന് കൂടിച്ചേരുന്ന പല നദികളിൽ കൂടുതലുണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ള നദികളാണ് ഇതൊക്കെ. അപ്പൊ ഇന്ദ്രാവതി, ശബരി, മഞ്ജീര, പൂർണ, വാർധ, പെൻഗംഗ, മാനർ ഇവയെല്ലാം തന്നെ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഇനി പട്ടണങ്ങൾ, PSC ചോദിച്ച 2 പട്ടണങ്ങൾ കൂടുതലുണ്ട്. ഒന്ന് നാസിക്, പിന്നെ ഒന്ന് രാജമുന്ദ്രി. അപ്പൊ രാജമുന്ദ്രിയും നാസിക്കും ഈ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണെന്ന് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം നിങ്ങൾ പഠിച്ചു വെക്കുക, ഭദ്രാചലം, ത്രയംബകേശ്വർ ഇതെല്ലാം തന്നെ നമ്മുടെ ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ്. അപ്പൊ ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ നാസിക്, ഭദ്രാചലം, ത്രയംബകേശ്വർ, അതേപോലെ രാജമുന്ദ്രി. ഓക്കെ, യെസ്. അടുത്ത നമ്മൾ 9ാമത്തെ ഒരു സയൻസിലേക്ക് പോവുകയാണ്. ശ്വേത രക്താണുക്കൾ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന അണുക്കളെ അല്ലെങ്കിൽ അതിനോട് തിരിച്ച് പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്വേത രക്താണുക്കളിൽ ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഇസിനോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് വെച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ശ്വേത രക്താണുക്കളിലെ ന്യൂട്രോഫില് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ ന്യൂട്രോഫിലിന്റെ പ്രവർത്തനം മനസ്സിലായല്ലോ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. നോക്കിയേ, വിഴുങ്ങി നശിപ്പിക്കാൻ പറ്റിയ സാധനം അല്ലേ? ഫോട്ടോ ഇവിടെ. അടുത്തത് ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഇനി ബേസോഫിൽ മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അതാണ് അവന്റെ പണി. അടുത്തവൻ ഇസിനോഫിൽ. അവന്റെ പരിപാടി അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വിങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ഇസിനോഫിൽ. അടുത്ത മോണോസൈറ്റ്. നോക്കിയേ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കലാണ് മോണോസൈറ്റിന്റെ പരിപാടി. ഇനി ലിംഫോസൈറ്റ്, രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്വേതരക്താണുക്കളിൽ ന്യൂട്രോഫില് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, അതേപോലെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ബേസോഫില് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. അടുത്തത് ഇസ്നോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വിങ്ങൽ പ്രതിരോധത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? യെസ്. നമ്മുടെ 10ാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു പിക്ചറിന്റെ സഹായത്തോടെ നമ്മുടെ പാഠപുസ്തകത്തിൽ കിടപ്പുണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടനയുടെ പാഠപുസ്തകത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ: 1. പാർലമെന്ററി ഭരണ സമ്പ്രദായം. 2. മൗലികാവകാശങ്ങൾ. 3. മൗലിക കർത്തവ്യങ്ങൾ. 4. നിർദ്ദേശക തത്വങ്ങൾ. 5. നിയമവാഴ്ച. 6. സംയുക്ത വ്യവസ്ഥ. 7. എഴുതപ്പെട്ട ഭരണഘടന. 8. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ.
അപ്പൊ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ: പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഓക്കെയാണ്? യെസ്. അപ്പൊ നമ്മുടെ സ്കൂൾ പാഠപുസ്തകം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്കാണ് പോകുന്നത് PSC ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്നറിയോ? ശ്രീ U ഷറഫലിയാണ്. ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഇനി ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഈ ചോദ്യം അന്ന് നേരിട്ട വിദ്യാർത്ഥികൾ ഒരു പക്ഷേ ഒന്ന് പരുങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട പെലോഡുകൾ തന്നെയാണ് എന്താണ് ഈ പറയുന്ന ഈ 4 പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം. സോ നമുക്ക് കുറെ അധികം പെലോഡ്സ് ഉണ്ട്. ലാൻഡർ പെലോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചന്ദ്രയാൻ 3ലാണ്. ചന്ദ്രയാൻ 3 നമ്മൾ വളരെ വിജയകരമായ, നമുക്കൊരു ഇന്ത്യയുടെ അഭിമാന ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുമായി ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും പരീക്ഷകൾ ഉണ്ടാകും. യാതൊരു സംശയമില്ല. നിങ്ങൾ ആനുകാലികം നോക്കുമ്പോൾ ചന്ദ്രയാൻ 3നെ നിങ്ങൾ ഇഴകേറി അതിനെ കുടൽമാല പുറത്തെടുക്കണം. അതേപോലെ അത് പഠിക്കണം. കാരണം ഇവിടെ തന്നെ ചോദ്യം നിങ്ങൾ നോക്കിയേ, ലാൻഡർ പേലോഡ്സ് ഉണ്ട്, അതേപോലെ റോവർ പേലോഡ്സും ഉണ്ട്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡും ഉണ്ട്. ഇങ്ങനെ 3 തരത്തിൽ പേലോഡുകളുണ്ട്. അപ്പൊ ഇതിൽ PSC ഇപ്പൊ ചോദിച്ചത് ഈ 3 ഈ 3 ചോദിച്ചിട്ട് ഇവനെയും കൂടെ ചോദിച്ചത് കണ്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പേലോഡുകൾ പഠിക്കുന്ന സമയത്ത് ഇവരെല്ലാരും നമ്മൾ പഠിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം കൺഫ്യൂഷൻ ആവും. പഠിച്ചു വച്ചതിന് പോലും കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ആ തരത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇതിന് നോക്കിയവനായിരിക്കും അവിടെ ഉത്തരം കറക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, നിങ്ങൾ നോക്കിയ ലാൻഡറിലെ പേലോഡിൽ എന്തുണ്ട്? രംഭ LP ഉണ്ട്, ചാസ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൽസ ഉണ്ട്. ഇത് 3 ചന്ദ്രന്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള പേലോഡുകളാണ് ലാൻഡർ പേലോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതില് രംഭ LP ഇതുണ്ട്. നിങ്ങൾ നോക്കി, ഇതില് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷെപ്പെ എന്ന് പറയുന്നത്. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റേറ്റ് പ്ലാനറ്റ് എർത്ത് എന്നുള്ള അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇതൊക്കെ കേട്ടോ. എല്ലാത്തിനും അങ്ങനെ തന്നെ ഇതുണ്ട് കേട്ടോ, ഓരോന്നിനും ഓരോ ഫുൾ ഫോം ഉണ്ട് കേട്ടോ. യെസ്. ഓക്കെ, അപ്പൊ അതില് ഈ പറഞ്ഞ ഷെപ്പെ എന്ന് പറയുന്ന സാധനം അത് ലാൻഡറിലെ പെലോഡ് അല്ല, മറിച്ച് അത് എന്താണ്? പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പെലോഡാണ് എന്ന് ഓർത്തിരിക്കുക. ബാക്കി 3 ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ബാക്കി 3 ലാൻഡറിലെ പെലോഡുകളാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും വരും പരീക്ഷകളും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത 1 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാടാണ്. സിമ്പിൾ ആയ ചോദ്യം അല്ലെ? 1 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഇതെല്ലാം നമ്മുടെ EMS നമ്പൂതിരിപ്പാടിന്റേതാണ്. അടുത്ത 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ 2022 മറ്റൊരു ചോദ്യമുണ്ട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നൊരു ചോദ്യമായി. എന്താ? സേതുവിനാണ് അല്ലെ? അതൊന്നും ഓർത്തു വെക്കണേ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? സേതുവിനാണ്. അപ്പൊ സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ചോദ്യം. ഇതില് പേടി സ്വപ്നങ്ങൾ, അതേപോലെ കൈമുദ്രകൾ, അടയാളങ്ങൾ, ഇത് 3 സേതുവിൻ്റെതാണ്. എന്നാൽ നിഴലുറങ്ങുന്ന വഴികൾ അത് സേതുവിൻ്റെതല്ല, അത് മറിച്ച് മറ്റൊരാളുടേതാണ്. അദ്ദേഹത്തിന് ഈ അവാർഡുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഈ ചോദ്യം ഇട്ട ആൾ വളരെ കണക്റ്റഡ് ആയിട്ടാണ് ചോദ്യം ഇട്ടത്. ഈ എഴുത്തച്ഛൻ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാന്നറിയോ? P വത്സലയ്ക്കാണ്. ഈ P വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ഓക്കെയാണ്. അപ്പൊ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P വത്സലയാണ്. P വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ചോദ്യം എന്താ? 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സേതുവാണ്. സേതുവിന്റെ കൃതികളാണ് പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. അപ്പൊ ചോദ്യകർത്താവിന്റെ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണ്. യെസ്. അപ്പോ അങ്ങനെയാണെങ്കിൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഒരാളുണ്ട്. ഓക്കെ, അത് വായിൽ തന്നെയാണ് തുടങ്ങുന്നത്. P വത്സല എന്ന് പറയുന്ന വായിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് തുടങ്ങുന്നത്. അറിയാവുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 2021 ഞാൻ പറഞ്ഞു വത്സലയാണ്, P വത്സലയാണ്. 2022 പറഞ്ഞു നമ്മുടെ സേതുവിനാണ്. 2023 നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. അടുത്ത നമ്മൾ പോകുന്നു. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാ മക്കളെ? ചന്ദ്രയാൻ 3ന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഓഗസ്റ്റ് 2023 ഓഗസ്റ്റ് 23 നമ്മൾ എന്ത് പ്രഖ്യാപിക്കുകയാണ്? നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ഓഗസ്റ്റ് 23 പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, യെസ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? TK മാധവൻ. 1924 വൈക്കം സത്യാഗ്രഹം TK മാധവൻ.
അടുത്തത് കേരളം ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ്? സാമൂഹ്യ പരിഷ്കൃതാവാരാണ്? എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദൻ. ഇനി അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയ അല്ലെ, ജാർഖണ്ഡിലെ ഝാരിയാണ്. സ്കൂൾ പാഠപുസ്തകത്തിൽ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ഝാരിയ. അടുത്ത 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? റൂർക്കേല, ജർമ്മനി. റൂർക്കേല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല, ജർമ്മനി, 1959. അടുത്ത കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇപ്പോൾ ഏതാണ്? ഉത്തർപ്രദേശാണ്. കരിമ്പിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഇപ്പോൾ ആർക്കാണ്? ഉത്തർപ്രദേശിനാണ്. ഇനി അടുത്തത് നമ്മുടെ ആനുകാലിക ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. 2023 ജനുവരിയിൽ ജപ്പാനിൽ നടന്ന ജപ്പാൻ ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? വീർ ഗാർഡിയൻ 2023 ആണ്. ഓർക്കുക, ജപ്പാനും ഇന്ത്യയും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. അത് വേൾഡ് എക്കണോമിക് ഫോറം VEFന്റെ 2023 പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അത് രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ആരംഭിക്കുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് മേര യുവ ഭാരത് എന്ന് പറയുന്നത് കേട്ടോ. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ആരംഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് മേര യുവ ഭാരത്. അത് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ എന്താണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഇതാണ് മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ. 2023 സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറംകാരുണ്ടോ? മലപ്പുറം ജില്ലയാണ് 2023 സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് കോപ്പർ ഹേഗിൽ നടന്ന 2023 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? HS പ്രണോയിയാണ്. അപ്പോ കോപ്പൻഹേഗിൽ നടന്ന 2023 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം HS പ്രണോയിയാണ്. മറക്കരുതേ. അടുത്ത ചോദ്യം 27ാം ചോദ്യം. തീർന്നു കേട്ടോ. 112ാമത് ജന്മദിനത്തിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞ ആരാ? ഡോക്ടർ കമല സോഹോണി അല്ലെങ്കിൽ സോഫോണി. പല SF ആണ്, ചിലടത്ത് സൊഫോണി എന്നാണ് കാണുന്നത്, ചിലടത്ത് H ആണ്, സൊഹോണി എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ കമല സൊഫോണിയാണ് അല്ലെങ്കിൽ സൊഹോണിയാണ് നമ്മുടെ ഗൂഗിളിന്റെ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞ എന്ന് പറയുന്നത്. 112ാം ജന്മദിനത്തിലാണ്. പ്രത്യേകം എന്താ അറിയോ? സയൻസിൽ PhD നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഡോക്ടർ കമല സൊഹോനി. ഓക്കെ, യെസ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം രാജ്യത്ത് ആദ്യമായിട്ട് തയ്യാറാക്കുന്നത് കേരളമാണ്. 2023 മെയ്യില് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ. 2023 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ. ഈ പേര് കൊടുത്തത് യമനാണ് കേട്ടോ. യമനാണ് ഈ ഒരു പേര് കൊടുക്കുന്നത്. യമൻ രാജ്യമാണ്. അടുത്തത്, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. വലിയൊരു റെക്കോർഡാണ്. സുരേഖ യാദവ് നേടിയ ഒരു നേട്ടം, വലിയൊരു നേട്ടമാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് ആണ്. അങ്ങനെ നമ്മുടെ 30 ചോദ്യങ്ങൾ അവസാനിച്ചു. ബോറടി ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല, പഠിക്കാനേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ പഠനം മാത്രം വരട്ടെ, അതുപോലെ പരിശീലനവും വരട്ടെ. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി വേണ്ടത് പരിശീലനമാണ്. അതാണ് പലർക്കും ഇല്ലാതെ പോകുന്നത്. സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുക. 5 മിനിറ്റിൽ നിങ്ങൾ ഈ 30 ചോദ്യങ്ങൾ എഴുതുക. ഈ 30 ചോദ്യങ്ങളിൽ 10 ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 30 എണ്ണം നിങ്ങൾ ശരിയാക്കിയിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്, 30 കിട്ടിയാൽ സന്തോഷം. വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കൊരു ആവേശമാവും പഠിപ്പിക്കാനായിട്ട്. തീർച്ചയായിട്ടും ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പൊ കാണുന്നവരെ